ഹൃദയാഘാതം വന്ന് കളിക്കളത്തിൽ വീണ യുവാവിന് രക്ഷകരായത് ഒരു കൂട്ടം ഡോക്ടർമാർ. തൃശൂർ ചേർപ്പ് സ്വദേശിയായ യുവാവാണ് ടർഫിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണത്. ടർഫിൽ പരിശീലനത്തിനെത്തിയ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. കുട്ടനല്ലൂരിലെ കളിക്കളത്തിൽ ഒരു യുവാവ് ഹൃദയാഘാതം വന്ന് വീഴുന്നു. സാധാരണ ഈ സന്ദർഭത്തിൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് പാഞ്ഞു കൊണ്ടുപോവുകയാണ് പതിവ്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കൂട്ടം ഡോക്ടർമാരാണ് തൊട്ടടുത്ത കളിക്കളത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമയോചിതമായ ഇടപെടലിലാണ് ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നോടൊപ്പം ആ ഡോക്ടർമാരുടെ സംഘത്തിലെ ചിലർ ഉണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ആ ടർഫിൽ സംഭവിച്ചത്? നമ്മളൊരു 8 മണിക്ക് നമ്മളൊരു IMA ക്രിക്കറ്റ് മാച്ചിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഏകദേശം 10ഓളം ഡോക്ടർമാരുണ്ട് ഞങ്ങൾ അവിടെ കൂടിയിരുന്ന. കളി ഏകദേശം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഷുഹൈബ് ആദ്യം കണ്ടത് അടുത്ത ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കൊളാപ്സ് ചെയ്തപ്പോൾ അവർ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടായിരുന്നു. പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തോ അപകടം മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ പൾസ് ഉണ്ടായിരുന്നില്ല, അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ മനസ്സിലായി ഇതൊരു കാർഡിയാക് അറസ്റ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നവരെല്ലാവരും പുള്ളിയുടെ സമയത്ത് എത്തുകയും നമ്മളൊരു CPR സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 30 മിനിറ്റ്സോളം നമുക്ക് കണ്ടിന്യൂസ് CPR വേണ്ടി വന്നു. പുള്ളിക്കൊരു ആംബുലൻസ് വിളിച്ച് ജൂബിലിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ തുടർച്ചയായിട്ട് CPR കണ്ടിന്യൂ ചെയ്തു. ഈവൻ ആംബുലൻസിൽ എത്തിക്കണ കുറച്ച് സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും CPR കണ്ടിന്യൂ ചെയ്ത് ആംബുലൻസിൽ പുള്ളി ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ജൂബിലിയിൽ എത്തിച്ചതിന് ശേഷം പിന്നെ ബാക്കി ഒരു ECG എടുത്ത് നമുക്ക് മനസ്സിലായി ഈ ഹൃദയം ക്രമം തെറ്റിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടായേക്കണമെന്ന്. അതിനുശേഷം എടുത്ത് ECG സൂചിപ്പിച്ചു അതൊരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ഉണ്ടായേക്കണേ. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും ഉചിതമായ ചികിത്സ ഒരു ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് എവിടെയാണെന്ന് നോക്കിയിട്ട് അത് മാറ്റുക എന്നുള്ളതാണ്. പുള്ളി അതിന് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. രോഗിയെ നേരെ നമ്മൾ കാത്ത് ലാബിൽ ഷിഫ്റ്റ് ചെയ്തു. ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രധാന രക്തക്കൊള്ളായിരുന്നു, അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പുള്ളി സുഖം പ്രാപിച്ചു വരുന്നു. ആ ഒരു സമയത്ത് താങ്കളാണല്ലോ ആദ്യം കണ്ടത്. ആ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയത്? ചുറ്റുമുള്ളവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? 2 കൂട്ടുകാരെ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ആൾക്കൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. പിന്നെ ഈ ഇടയായിട്ട് നമ്മൾ കാണുന്നതാണ് കളിക്കളത്തിലൊക്കെ പലരും കുഴഞ്ഞു വീഴുന്നും മരിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ അപകടം വണർത്തു. അങ്ങനെ പെട്ടെന്ന് പോയി പൾസ് നോക്കിയും പൾസില്ല. പെട്ടെന്ന് ഇനീഷ്യേറ്റ് ചെയ്യായിരുന്നു CPR. അത് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? പുള്ളി പൂർണ്ണമായും സുഖം പ്രാപിച്ചു തന്നെ ഏകദേശം പറയാം. പുള്ളിയെ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യും. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.